ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അല്ലേ. കൗമാരക്കാരിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്, അതല്ലെങ്കിൽ സ്കൂൾ കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം കൂടുതലാണ്. ഇന്നലെ 25-ാം തീയതി കോഴിക്കോട് നിന്ന് വന്ന വാർത്ത വളരെയധികം ഭയമുളവാക്കുന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വാട്ടർ ബോട്ടിലിനകത്ത് ചാരായം കലർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ എന്തുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ലഹരിക്ക് പുറകെ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണം? ചില സാഹചര്യങ്ങളിൽ കൗതുകം കൊണ്ട് കുട്ടികൾ ലഹരി ഉപയോഗിച്ച് നോക്കാറുണ്ട്, ജസ്റ്റ് ഒരു പ്രാവശ്യത്തേക്ക് ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ളത്. ചിലപ്പോൾ കൂട്ടുകാരുടെ ഒരു ഇൻഫ്ലുവൻസിൽ പുറത്തും ട്രൈ ചെയ്യും. അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗവും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും. അതേപോലെ ചില സാഹചര്യങ്ങളിൽ പരീക്ഷ പേടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്കണ്ഠകൾ, വീട്ടിൽ ഉള്ള പ്രശ്നങ്ങൾ, അതായത് കുടുംബാന്തരീക്ഷം നല്ലതല്ലെങ്കിൽ പോലും കുട്ടികൾ ലഹരിയിലേക്കൊക്കെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് ഒരു ലഹരി കണ്ടു, അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആ കുട്ടിയുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു സാമൂഹിക വിപത്താണ്. അതായത് ഈ ഒരു കുട്ടികൾ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നാളെ അവരാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആളുകളാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ, അല്ലെ ആസ് എ പാരൻറ്റ്, നമ്മുടെ കുട്ടി ഈ രീതിയിൽ ഒരു ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരെ ശിക്ഷിക്കുന്നതിന് പകരം അവരെ കേൾക്കുക. എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയത്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ കുട്ടികളൊക്കെയും ഒരു സമയത്ത് നല്ല വിദ്യാർത്ഥികളായിരുന്നു, നല്ല മക്കളായിരുന്നു. ഏതോ ഒരു സാഹചര്യത്തിൽ അവർ ലഹരിയിലേക്ക് പോയതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ആ ഒരു കാര്യം എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മൾ ആസ് എ പാരൻറ്റ് ഒരുപാട് അവരെ ശിക്ഷിക്കുകയോ വഴക്ക് പറയുന്നതോ ചെയ്യുന്നതിന് പകരം എന്താണ് ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ എന്താണ് അവർ അങ്ങനെ ഒരു ലഹരിയിലേക്കൊരു ആനന്ദം കണ്ടെത്തുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഒപ്പം തന്നെ ഇപ്പോൾ ലഹരി മാത്രമല്ല, മറ്റ് പല പ്രശ്നങ്ങളുമായിട്ട് എപ്പോഴും പാരൻസ് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അനുസരണയില്ല, പഠിത്തമില്ല, ഒരുപാട് സ്ക്രീൻ ടൈമാണ്, ഭയങ്കര റിബലായിട്ട് നിൽക്കുകയാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാരൻസ് ടീനേജേഴ്സിനെയും കൂട്ടി നമ്മുടെ അടുത്ത് ഒരുപാട് പാരൻസ് വരാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പാരൻസിന് ഒരു കഥയായിരിക്കും പറയാനുണ്ടാവുക, അതേസമയം മറുവശത്ത് കുട്ടികൾക്ക് മറ്റൊരു കഥ പറയാനുണ്ടാവും. അപ്പോൾ നമുക്കതിലൊക്കെ മനസ്സിലായിട്ടുള്ള ഒരു 99% കുട്ടികളും പറയുന്നത് സെയിം കാര്യമാണ്. അതായത് അവർക്ക് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനോ, അല്ലെങ്കിൽ അവർക്ക് അവരെ കേൾക്കാനോ അവരുടെ വീട്ടിൽ ആരുമില്ല. അവരുടെ പാരൻസ് ഈ കുട്ടികളുടെ കൂടെ ഒരു ക്വാളിറ്റി സമയം ചെലവഴിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അലസത, ബോറിങ്, ഈ മടി ഒക്കെ ഉണ്ടാകാനായിട്ടുള്ളൊരു കാര്യം, മെയിനായിട്ടൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെ മക്കളെ നമ്മൾ കേൾക്കുക, എല്ലാ ദിവസവും നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. തെറ്റ് ചെയ്താലും എന്ത് തന്നെ ആയാലും അവർക്ക് നമ്മുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക, ആ ഒരു ട്രസ്റ്റ് കൊടുക്കുക അവരുടെ കൂടെ തന്നെ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന അത്രയും പരിഗണനയും അതേപോലെ തന്നെ അവരെ മനസ്സിലാക്കാനും മറ്റൊരാൾക്ക് സാധിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ കൈവിടാതെ ചേർത്ത് പിടിക്കുക. ഒപ്പം തന്നെ നമ്മളെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനായിട്ടും മടി കാണിക്കരുത്.